ത്രിയേക ദൈവത്തിൻ്റെ മാധുര്യനാമത്തിന് എന്നും എപ്പോഴും മഹത്വമുണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട ജോൺസൺ പുഞ്ചക്കോണം അച്ഛൻ, കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, സുദീർഘമായ ഒരു വചനപ്രഘോഷണത്തിനൊന്നും ഞാൻ മുതിരില്ല. എങ്കിലും ലോകമാസകലം നിരപരാധികളായ ആളുകൾ കൊല്ലപ്പെടുന്ന ഈ അവസരത്തിൽ നമ്മൾ ആഴമായിട്ട് ചിന്തിക്കേണ്ട ഒരു വചനം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 9-ാം വാക്യം, പരിശുദ്ധാത്മാവിൽ ശക്തി ലഭിച്ചു കഴിയുമ്പോൾ നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. ഈ വചനത്തെക്കുറിച്ച് നമുക്ക് ഒന്ന് വിചിന്തനം ചെയ്യാം. ക്രിസ്തുവിൻ്റെ അനുയായി എന്ന് അഭിമാനിക്കുന്ന ഞാനും നിങ്ങളും യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ സാക്ഷികളാണോ? ചെറുപ്പം മുതൽ തന്നെ ആരാധനാക്രമങ്ങളിലും നമസ്കാരങ്ങളിലും നാം അനുഷ്ഠിച്ചും പ്രാർത്ഥിച്ചും പോരുന്ന നസ്രയനായ യേശുവിന് എന്നെയും നിങ്ങളെയും അറിയാമോ? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള തിരുവചനത്തിൻ്റെ സാരാംശത്തിൽ പറയുന്നത് പോലെ, അധർമ്മികളെ എന്നെ വിട്ടുപോകുവിൻ എന്ന ശബ്ദമാണോ അന്ത്യവിധി നാളിൽ എനിക്കും നിങ്ങൾക്കും കേൾക്കേണ്ടി വരിക? അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് നാം വരുത്തേണ്ടത്? ക്രിസ്തുവുമായി ആത്മബന്ധം സ്ഥാപിക്കണമെങ്കിൽ അവൻ്റെ വചനപ്രകാരം ന്യായപ്രമാണത്തിനനുസരിച്ച് ജീവിക്കേണ്ടതായുണ്ട്. യേശുക്രിസ്തു തൻ്റെ പരസ്യ ജീവിതകാലത്ത് വചനം പ്രസംഗിച്ചുകൊണ്ടേയിരുന്നു, പഠിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഉപമകളിലൂടെയാണ് അവൻ പഠിപ്പിച്ചത്. സുവിശേഷത്തിൽ പലതരത്തിൽ ഉപമകൾ നമ്മൾ വായിക്കുന്നു. ഏവർക്കും മനസ്സിലാകത്തക്ക രീതിയിൽ വളരെ ലളിതമായ ഉപമകളിലൂടെ അവൻ നമ്മെ വചനം പഠിപ്പിച്ചിരിക്കുന്നു. ആ വചനത്തിൻ്റെ മർമ്മം അനുസരിച്ച് ജീവിക്കുന്ന ഒരുവനിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിലൊക്കെ കുടികൊള്ളുന്നു. നമ്മളൊക്കെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ മന്ദിരങ്ങളാണ്. ആ ആത്മാവിൻ്റെ ജ്വലനം വളരെ ശക്തിയായി നടക്കണമെങ്കിൽ നാം ന്യായപ്രമാണത്തിന് അണുവിട വ്യത്യാസം വരാതെ ജീവിക്കേണ്ടതായുണ്ട്. നമ്മുടെ ആരാധനാക്രമങ്ങളിലെ പ്രാർത്ഥനകളിൽ ദിവ്യജ്ഞാനം പ്രാപിച്ച് നാം നല്ലവണ്ണം നിന്ന് എന്നൊക്കെ നാം എന്നും എപ്പോഴും ഉരുവിടുന്നതാണ്. പക്ഷെ അതിൻ്റെയൊക്കെ അർത്ഥം ആഴത്തിൽ മനസ്സിലാക്കുവാൻ നാം ശ്രമിക്കേണ്ടതുണ്ട്. ദിവ്യജ്ഞാനം എന്നത് നമ്മളിൽ തന്നെയുള്ള ആത്മാവിൻ്റെ നിറവാണ്. അത് ലഭിച്ചു കഴിയുന്ന ഒരുവൻ നന്മയിൽ ജ്ഞാനിയും തിന്മയിൽ അജ്ഞനുമായി തീരുന്നു. അങ്ങനെ ആത്മാവിൻ്റെ അഭിഷേകം ലഭിച്ച ഒരു വ്യക്തിക്ക് ജീവനിൽ നിന്ന്, മരണത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് കടക്കുവാൻ കഴിയുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 7-ാം വചനത്തിൽ നമ്മൾ വായിക്കുന്നു, കാര്യസ്ഥൻ വന്നു കഴിയുമ്പോൾ അവൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തുമെന്ന്. അങ്ങനെ കാര്യസ്ഥൻ അഥവാ പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ ദൈവത്തിൻ്റെ മക്കളായി രൂപാന്തരപ്പെടുവാൻ നമുക്ക് ശക്തി ലഭിക്കുന്നു. വത്സല മക്കളെ എന്ന പോലെ ദൈവഹിതത്തിന് പ്രീതികരമായത് വിവേചിച്ചറിയുവാൻ ശക്തി നമുക്ക് ലഭിക്കുന്നു. അതുവഴിയായി യേശുവിൻ്റെ ഭാവം, അതായത് ക്ഷമ, സ്നേഹം, അവൻ്റെ ഭാവങ്ങളൊക്കെ നമ്മളിൽ നിറയുന്നു. നമ്മളങ്ങനെ ക്രിസ്തുവിൻ്റെ സാക്ഷികളായി തീരുവാൻ കഴിയുന്നു. നമ്മളെല്ലാം ശൈശവത്തിൽ നിന്ന് യൗവനത്തിലേക്കും, യൗവനത്തിൽ നിന്ന് മധ്യവയസ്സിലേക്കും വാർദ്ധക്യത്തിലേക്കും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നവരാണ്. എന്നാൽ ആധ്യാത്മികതയുടെ ശൈശവത്തിൽ നിന്നും അതിൻ്റെ പക്വതയിലെത്തുവാൻ, അതിൻ്റെ ചവിട്ടുപടികൾ കയറുവാൻ നാം ശ്രമിക്കാറുണ്ടോ? A journey from spiritual infancy to spiritual maturity. That should be our prayer every day. അടിസ്ഥാനപരമായ ആധ്യാത്മിക അച്ചടക്കത്തിൻ്റെ പൊരുൾ, സ്പിരിച്വൽ ഡിസിപ്ലിൻ്റെ പൊരുൾ എന്നാൽ സർവ മഹത്വവും യേശുവിന് കൊടുക്കുക എന്നതാണ്.
ഞാൻ ചെറുതായി അവൻ വലുതാകുവാനുള്ള വെമ്പൽ എന്നും എപ്പോഴും എന്നിലുണ്ടാവണം. അങ്ങനെ നാം അനുഗ്രഹിക്കപ്പെടുമ്പോൾ നമുക്ക് ചുറ്റുമുള്ളവർ അനുഗ്രഹിക്കപ്പെടുന്നു. അതുവഴി ദൈവജനമായി ഏകമനസ്സോടെ ദൈവരാജ്യ നിർമ്മാണത്തിൽ പങ്കാളികളാകുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നു. ഐക്യമില്ലാത്ത സമൂഹത്തിൻ്റെ സഭയുടെ സാക്ഷ്യത്തിന് യാതൊരു പ്രസക്തിയുമില്ല. 1-2 ആഴ്ചകൾക്ക് മുമ്പ് എൻ്റെ മനസ്സിൽ വന്നതാണ് ഈ ഈരടികളോടെ ഇത് അവസാനിപ്പിക്കണമെന്ന്. അതുകൊണ്ട് ഇതോടെ എന്നെ അറിയാവുന്നവർ എൻ്റെ കൂടെ പാടുമല്ലോ. യാത്ര ചെയ്യും ഞാൻ ക്രൂശ് നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ, ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരയ്ക്കും. എൻ്റെ ജീവിതയാത്ര അതിൻ്റെ കുരിശുകൾ യേശുവിൻ്റെ കുരിശോട് ചേർത്ത് വെച്ച്, കാൽവരിയിലെ കുരിശിൽ 3 ആണികളാൽ എനിക്ക് വേണ്ടി മരിച്ച അവൻ്റെ പഞ്ചക്ഷതത്തിൽ നിന്നൊഴുകുന്ന വിലാവിൽ നിന്നൊഴുകുന്ന തിരിച്ചോരയാൽ എന്നെ ശുദ്ധീകരിക്കണമേ എന്നാവശ്യപ്പെട്ട് പ്രാർത്ഥനയോടുകൂടി എൻ്റെ ജീവിതയാത്ര ഞാൻ ചെയ്യും. യുദ്ധം ചെയ്യും. ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ, എന്നെ പകയ്ക്കുന്നവരെ, എന്നെ കുറ്റം ചാർത്തുന്നവരോടൊക്കെ ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും നിശബ്ദ പുഞ്ചിരിയുടെയും ഭാഷയിൽ യേശുവിന് ഇഷ്ടമാകുന്ന രീതിയിൽ ഞാൻ യുദ്ധം ചെയ്യും. അങ്ങനെ ഞാൻ പുതുജീവൻ പ്രാപിക്കും. യേശുവിൻ്റെ ആത്മാവ് നിറഞ്ഞു ജീവിക്കുവാൻ നമുക്ക് കഴിയും. അതൊക്കെ ചെയ്യേണ്ടത് എപ്പോഴാ? അന്ത്യശ്വാസം വരെ. അതായിരിക്കട്ടെ എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥന. അതായിരിക്കട്ടെ എനിക്കും നിങ്ങൾക്കും നമുക്ക് വരാനുള്ള തലമുറയ്ക്ക് കൊടുക്കുവാനുള്ള മാതൃക. ദൈവജീവൻ പ്രാപിച്ച് ജീവനാളമായി ആ നാളത്തിൽ, ആ വെളിച്ചത്തിൽ മറ്റുള്ളവർക്ക് ജ്വാലയായി, കുറവുകളിൽ നിറവായി തീരുന്ന ക്രിസ്തു സാക്ഷിയാകുവാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാകട്ടെ എന്ന വിനീതമായ പ്രാർത്ഥന കുരിശിൻ്റെ ചുവട്ടിൽ സമർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇത്ര നേരവും എന്നെ ശ്രവിച്ച നിങ്ങളുടെ കാതുകളെ ദൈവം അനുഗ്രഹിക്കട്ടെ.